നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്തിയാണ്, സോഫ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരേ അപ്പം തന്നെ 2 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ഒന്ന് നമ്മൾ റവ കൊണ്ടും പിന്നെ അവൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് 2 അപ്പത്തിന് ഞാൻ ഒരേ ടോപ്പിങ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഈ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഒരു സവോള പൊടിയായി എരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായി എരിഞ്ഞത്, പൊടിയായി എരിഞ്ഞ ഇഞ്ചി 1 ടീസ്പൂൺ, പിന്നെ 2-3 കറിവേപ്പില ഒന്നും പീസാക്കി ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയൊരു പിടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബീൻസ് ഒരു ചെറിയ കപ്പ് പൊടിയായി അരിഞ്ഞത്, ഒരു ചെറിയ കപ്പ് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു തക്കാളിയുടെ പകുതി പൊടിയായി അരിഞ്ഞത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസ് ഇല്ലെങ്കിൽ തന്നെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ആദ്യത്തെ അപ്പം ഞാൻ റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തൈര്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ തൈര് റവയും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. 5 മിനിറ്റ് നേരം നമുക്ക് ഇതിനൊന്ന് മാറ്റി വയ്ക്കാം. റവയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചിരിക്കുന്ന അവലിനെ ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കണം. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഈ അവൽ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇവിടെ പേസ്റ്റായി അരച്ചിട്ടുണ്ട്. ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി 1 കപ്പ് അവലാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് റവയും 1/2 കപ്പ് തൈരും 1/2 കപ്പ് വെള്ളവും ഉപ്പും ഇട്ടിട്ട് നമുക്ക് അപ്പത്തിനുള്ള ബാറ്റർ തയ്യാറാക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അവൽ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ റവ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ റവ കൊണ്ട് മാത്രം ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഏതാ സൗകര്യം അതുപോലെ ഉണ്ടാക്കാം. ഞാൻ 2 ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അവൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, റവ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ റവ കൊണ്ടുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ കുറച്ച് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പത്തിന് പരത്തിയെടുക്കാം. അപ്പത്തിനായിട്ട് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ കൂട്ട് വെച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ഉണ്ട് പതുക്കെ ഒന്ന് സ്പ്രെസ് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്കൊരു നുള്ളു വെളിച്ചെണ്ണ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്ക് ഇതിനൊന്ന് മറച്ചിട്ട് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അപ്പം തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനൊന്ന് മറച്ചിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ റവ കൊണ്ടുള്ള അപ്പം തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമ്മുടെ അവൽക്കൂട്ടുകൊണ്ടുള്ള അപ്പം തയ്യാറാക്കാം. നമ്മുടെ അവൽക്കൂട്ടിലേക്ക് റവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊക്കെ നന്നായി അബ്സോർബ് ആയിട്ടുണ്ട്. ഇത്രയും തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ. വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ച് റവയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ അവലിൻ്റെ ബാറ്റർ കുറച്ച് നമ്മളൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിൻ്റെ മേലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സെയിം വെജിറ്റബിൾ കൂട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ്. സെയിം മെത്തേഡ് തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 നുള്ളു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മൂടിയിട്ട് വേവിക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇതിനെ മറച്ചിട്ടിട്ട് 1 മിനിറ്റോളം വേവിച്ചെടുക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. നമ്മുടെ 2 തരത്തിലുള്ള അപ്പവും തയ്യാറായിട്ടുണ്ട്. രണ്ടും തമ്മിൽ പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ്, നല്ല ഈസിയുമാണ് ഉണ്ടാക്കാൻ, പിന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ 2 അപ്പവും നിങ്ങൾക്ക് ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ സമയമില്ലാണ്ടൊക്കെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇപ്പോൾ ഈ 2 അപ്പത്തിലേക്കും കൂടിയിട്ട് ഞാനിവിടെ ഒരു ടൊമാറ്റോ ചട്നിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ടൊമാറ്റോ ചട്നി അല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയോ പുതിന ചട്നിയോ ഏത് ചട്നി ഇതിൻ്റെ കൂടെ യോജിക്കും. പിന്നെ ഇതൊന്നും ഉണ്ടാക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും കുറച്ച് കെച്ചപ്പ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണണമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.